രാജ്ഭവനിൽ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയതിന് ശേഷം മുഖ്യമന്ത്രി അല്പസമയത്തിനകം തന്നെ പുറത്തേക്കെത്തും. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. രാജ്ഭവനിൽ 3/4 മണിക്കൂറോളമായി മുഖ്യമന്ത്രി ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനിർണായകമായ വിഷയങ്ങളാണ് ഇരുവരും കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തത്. പ്രത്യേകിച്ച് സർവകലാശാല വിഷയത്തിലടക്കം ഒരു സമവായ നീക്കം തന്നെയാണ് സർക്കാർ തേടിക്കൊണ്ടിരിക്കുന്നത്. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം രാജ്ഭവനിൽ നിന്നും മുഖ്യമന്ത്രി പുറത്തേക്ക്. സർവകലാശാല വിഷയത്തിലടക്കം ഗവർണറുടെ നിലപാടുകൾ ആദ്യം അംഗീകരിക്കാൻ തയ്യാറാകാതിരുന്ന സർക്കാർ സംവിധാനങ്ങൾ ഒടുവിൽ ഗവർണറുടെ ഭരണഘടനാനുസൃതമായ നിലപാടുകൾക്ക് മുന്നിൽ ഒരു സമവായ നീക്കത്തിലേക്ക് എത്തിയെന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ശാലിനി, ശരിയാണ് ശാലിനി, ഏകദേശം 3/4 മണിക്കൂറോളമായി ഈ കൂടിക്കാഴ്ച നീണ്ടു. അതിന് നിർണായകമായ വിഷയങ്ങളാണ് ചർച്ചയായതും. ഇപ്പോൾ മുഖ്യമന്ത്രി രാജ്ഭവനിൽ നിന്നും മടങ്ങിയിരിക്കുകയാണ്. മറ്റ് വിശദാംശങ്ങൾ കൂടി. സുരേഷ് സൂചിപ്പിച്ചതുപോലെ ഏകദേശം 1 മണിക്കൂർ പൂർത്തിയാക്കിയ ആ ഒരു കൂടിക്കാഴ്ച ശേഷം മുഖ്യമന്ത്രി തിരിച്ച് വീട്ടിലേക്ക്, അതായത് ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലേക്ക് പോയിരിക്കുകയാണ്. ഏറെ നിർണായകമായൊരു കൂടിക്കാഴ്ചയാണ് ഈ 1 മണിക്കൂർ നീണ്ടു നിന്നത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. പ്രത്യേകിച്ച് സർവകലാശാലയിൽ തുടരുന്ന പ്രശ്നങ്ങൾ, സർവകലാശാലകളിലെ പ്രതിസന്ധി, ഭരണസ്തംഭനം അടക്കമുള്ള കാര്യങ്ങളിലെ നിർണായക കൂടിക്കാഴ്ചയ്ക്കാണ് ഇന്ന് രാജ്ഭവൻ വേദിയായിരിക്കുന്നത്. പല ഘട്ടങ്ങളിലും ഈ വിഷയത്തിൽ ഇടപെടാതെ അല്ലെങ്കിൽ മൗനം തുടരുന്ന ഗവർണറുടെ മുൻപിലേക്ക് ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ ഒടുവിൽ എത്തിയിരിക്കുകയാണ്. പല ഘട്ടങ്ങളിലും ഗവർണർ അടക്കമുള്ളവരെ തടയുമെന്നും ഒപ്പം തന്നെ ഗവർണർ അടക്കമുള്ളവരെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുകയാണെന്നൊക്കെ തുടർച്ചയായി പറഞ്ഞ മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ഒക്കെയാണ് ഈ കൂടിക്കാഴ്ചയ്ക്ക് ഒരു വേദി ഒരുക്കിയത് എന്നുള്ളതാണ്. പ്രശ്നങ്ങൾ സങ്കീർണമായ സാഹചര്യത്തിൽ ഒരു സമവായത്തിലൂടെ കൂടി ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ഇപ്പോൾ മുഖ്യമന്ത്രി അടക്കമുള്ളവർ നേരിട്ടിപ്പോൾ രാജ്ഭവനിലേക്ക് എത്തിയത്. എന്തായാലും കേരള സർവകലാശാലയിൽ തുടങ്ങിയ പ്രശ്നങ്ങൾ പല സർവകലാശാലകളിൽ വലിയ രീതിയിലുള്ള ഭരണ പ്രതിസന്ധി ഉണ്ടാക്കിയ ഒരു പശ്ചാത്തലം, കാലിക്കറ്റ് സർവകലാശാലയിൽ തുടർച്ചയായി SFI നടത്തുന്ന പ്രതിഷേധ സമരങ്ങൾ ഭരണ പ്രതിസന്ധി ഉണ്ടാക്കിയ സാഹചര്യങ്ങൾ, കൂടാതെ തന്നെ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി അടക്കമുള്ള യൂണിവേഴ്സിറ്റികളിൽ VC-മാർ ഇല്ലാത്ത സാഹചര്യങ്ങൾ, നിരവധി സർവകലാശാലകളിൽ താൽക്കാലിക VC-മാർ തുടരുന്ന പശ്ചാത്തലം, ഇതൊക്കെ എങ്ങനെ പരിഹരിക്കാം, അതിന് എന്താണ് ഇനി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയിക്കാൻ കൂടിയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ രാജ്ഭവനിലേക്ക് എത്തി കൂടിക്കാഴ്ച നടത്തിയത്. എന്തായാലും ആ കൂടിക്കാഴ്ച മടങ്ങിയിരിക്കുകയാണ്. എന്തായാലും ഹൈക്കോടതിയിലടക്കം നിരവധി സർവകലാശാലകളിൽ കേസുകൾ നിൽക്കുന്ന സാഹചര്യം, സർക്കാർ പാസാക്കി ഗവർണർക്ക് മുൻപിലേക്കും പിന്നീട് രാഷ്ട്രപതിയുടെ അരികിലേക്കും എത്തി നിൽക്കുന്ന സർവകലാശാല ഭേദഗതി ബില്ലടക്കമുള്ള കാര്യങ്ങളിൽ ഇനി എന്ത് നിലപാട് സ്വീകരിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ടായിട്ടുണ്ട്, ചർച്ചയായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും കേരള സർവകലാശാലയിൽ കഴിഞ്ഞ മാസം 25-ാം തീയതി നടന്ന പുസ്തക പ്രകാശനം, ആ പുസ്തക പ്രകാശന ചടങ്ങിൽ ഭാരതാംബയുടെ ചിത്രം വെച്ചു. ആ ചിത്രം വെച്ചതിൽ പുഷ്പാർച്ചന അർപ്പിക്കാനും ആ പരിപാടിയിൽ പങ്കെടുക്കാനുമായി ഗവർണർ എത്തുമ്പോൾ ഗവർണറെ തടയാനും ഒപ്പം തന്നെ ആ പരിപാടി അലങ്കോലമാക്കാനും SFI അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ നടത്തിയ പ്രതിഷേധ സമരങ്ങൾ, അത് പിന്നീട് വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് പോകുന്നു. ആ SFIയുടെ പ്രതിഷേധങ്ങൾക്കടക്കം ഒരു സർവകലാശാലയുടെ ഭരണങ്ങൾ നോക്കേണ്ട ഭരണ കർത്താവ് കൂടിയായിട്ടുള്ള രജിസ്ട്രാർ അടക്കമുള്ളവർ ഇടപെടൽ നടത്തുന്നു. ആ വേദിയിലേക്ക് എത്തി SFIക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു. പരിപാടി റദ്ദു ചെയ്തതായി രാജ്ഭവനെ അവസാന നിമിഷം വിളിച്ച് അറിയിക്കുന്നു. അങ്ങനെ തുടർച്ചയായി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ രജിസ്ട്രാർ അടക്കമുള്ളവരെ സസ്പെൻഡ് ചെയ്ത VC-യുടെ നടപടി, ആ VC-യുടെ നടപടി അംഗീകരിക്കാത്ത രജിസ്ട്രാറും ഒപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും അടക്കമുള്ളവർ, SFI വിദ്യാർത്ഥി സംഘടന, ഇതിനെയൊക്കെ എങ്ങനെ ഇനി തണുപ്പിക്കാം, എങ്ങനെ സർവകലാശാലകളിൽ ഒരു പ്രശ്നം പരിഹരിച്ച് സമാധാനമായി മുന്നോട്ട് പോകാം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയായിട്ടുണ്ട് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയായിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അനുരഞ്ജന നീക്കം നടന്നിരിക്കുന്നു. മഞ്ഞുരുകിയിട്ടുണ്ടോ സർക്കാർ ഗവർണർ പോരിൽ എന്നുള്ളതാണ് ഇനി വരും മണിക്കൂറിൽ കണ്ടറിയേണ്ടത്. എന്തായാലും 1 മണിക്കൂർ നീണ്ട നിർണായക കൂടിക്കാഴ്ച പൂർത്തിയാക്കി മുഖ്യമന്ത്രി മടങ്ങിയിരിക്കുന്നു. ഗവർണർ തലസ്ഥാനത്ത് തുടരുകയാണ്. ഈ VC നിയമനം അടക്കമുള്ള കാര്യങ്ങളിൽ ഇനി നടപടികൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ഒപ്പം തന്നെ താൽക്കാലിക VC-മാർ നിൽക്കുന്ന സർവകലാശാലകളിലും മറ്റ് താൽക്കാലിക
VC-മാർ പോലുമില്ലാത്ത സർവകലാശാലകളിലും VC-മാരുടെ നിയമനത്തിൽ നിർണായകമായിട്ടുള്ള സർക്കാർ പ്രതിനിധികളുടെ ലിസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ രാജ്ഭവനിലേക്ക് മുഖ്യമന്ത്രി ഈ ഘട്ടത്തിൽ നൽകിയിട്ടുണ്ടോ എന്നുള്ളതും വരും മണിക്കൂറിൽ കണ്ടറിയണം. എന്നാലും ആ നിർണായക കൂടിക്കാഴ്ച കഴിഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രി രാജ്ഭവനിൽ നിന്ന് മടങ്ങിയിരിക്കുന്നു. സുരേഷ്, നിർണായകമായ കൂടിക്കാഴ്ച ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജ്ഭവനിൽ നിന്നും ഔദ്യോഗിക വസതിയിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. ശാലിനിയാണ് വിശദാംശങ്ങൾ നൽകിയത്.